ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 3 റേഷ്യോസിൻ്റെ തേർഡ് പാർട്ടാണ്. ഇതുവരെയുള്ള പാർട്ട്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരുപാട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും അതുപോലെ തന്നെ നമ്മളുടെ സോൾവൻസി റേഷ്യോസ് അതുപോലത്തെ റേഷ്യോസൊക്കെ നമ്മൾ പഠിച്ചു, കവറേജ് റേഷ്യോസ് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റേഷ്യോസും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്താൽ ഏതാണ്ട് റേഷ്യോസ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ള റേഷ്യോസ് നോക്കാം. ഇനിയുള്ള റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ആക്ടിവിറ്റി ഓർ പെർഫോമൻസ് ബേസ്ഡ് റേഷ്യോസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് നമ്മൾ പഠിച്ചു. അതായത് അതിലെന്താണ്, എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ സെയിൽസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ടേൺ ഓവർ ആക്ടിവിറ്റി പെർഫോമൻസ് റേഷ്യോസ് എന്ന് പറയുന്ന ഈ റേഷ്യോസിൽ, അതായത് ടേൺ ഓവർ റേഷ്യോസിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ടേൺ ഓവർ ആയിരിക്കും നോമിനേറ്ററിൽ ഉണ്ടാവുക. അതായത് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ എന്താണോ റോ മെറ്റീരിയൽ ആണെങ്കിൽ റോ മെറ്റീരിയൽ, WIP ആണെങ്കിൽ WIP, അതുപോലെ അങ്ങനെ ആയിരിക്കും ഈ കേസിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പിന്നെ അതിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് സെയിൽ എടുക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതെടുക്കാം. പിന്നെ ചില റേഷ്യോസിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ മിക്കവാറും എന്താ ഉണ്ടാവുക വെച്ചാൽ സെയിൽസ് ഡിവൈഡഡ് ബൈ എന്താണോ ഐറ്റം അതായിരിക്കും ഉണ്ടാവുക. നമുക്ക് ജനറലായിട്ട് പറയാം. പിന്നെ ചിലതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ആണ്. റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതായത് ഇതെന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആവറേജ് ആയിട്ട് ഒരു കൊല്ലത്തിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്ര ഉണ്ടോ അതിൻ്റെ എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിലെത്ര സ്റ്റോക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കാണുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ നമുക്ക് കൂടുതലാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറവാണ്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്? ന്യൂമറേറ്ററിൽ എന്താണ് വരുന്നത്? ന്യൂമറേറ്ററിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതായത് ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതായത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ അതിൽ എന്താണ് നമ്മൾ കൊടുക്കുക? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറയും പോലെ തന്നെ, അതായത് നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഓപ്പണിങ്ങിലുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ്. അതായത് ഓപ്പണിങ്ങിലുള്ള റോ മെറ്റീരിയലും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയലും നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ കയ്യിൽ ബാക്കി വരുന്നത് ഏതാണ്? ക്ലോസിങ് റോ മെറ്റീരിയൽസ്. അതിനെ ലെസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഓപ്പണിംഗ് റോ മെറ്റീരിയലും പർച്ചേസസും നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളതാണ് ക്ലോസിങ് റോ മെറ്റീരിയൽ. അപ്പോൾ ഈ ഓപ്പണിങ്ങിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടിയിട്ട് ക്ലോസിങ് കുറച്ചാലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിന് നമ്മൾ എത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുക. അതിനാണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ. അപ്പോൾ അതായിരിക്കും എന്ത് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 2. അതായത് ആവറേജ് ആയിട്ടുള്ള റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കുക. ഓപ്പണിങ് പ്ലസ്
ക്ലോസിങ് ഡിവൈഡ് ബൈ 2. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓപ്പണിങ് റോ മെറ്റീരിയൽ ഒരു 10,000 ഉണ്ട്, പർച്ചേസ് ഒരു 1 lakh ഉണ്ട്, ക്ലോസിങ് ഒരു 20,000 ഉണ്ട്. ഇപ്പോൾ ഓപ്പണിങ് റോ മെറ്റീരിയൽ 10,000, അപ്പം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ് വരിക? ഓപ്പണിങ് 10,000 ഉണ്ട്, 10,000 പ്ലസ് 1 lakh മൈനസ് 20,000 ഇസ് ഈക്വൽ ടു 90,000 ആണ് നമ്മളുടെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് വരിക. അപ്പോൾ ഇനി നമ്മളുടെ ആവറേജ് സ്റ്റോക്ക് എത്രയാണ് വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2, അതായത് 10,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 15,000 ആയിരിക്കും ആവറേജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ നോക്കുമ്പോൾ ഓപ്പണിങ് അതായത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എടുക്കുക 90,000 ഡിവൈഡഡ് ബൈ 15,000. ഇപ്പോൾ എത്ര കിട്ടും? 6 ടൈംസ് പോകും. അപ്പം 6 ടൈംസ് ആയിരിക്കും എന്ത്? റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് മൂവിങ് ആണെന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 രൂപേൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയാൽ 1 രൂപേൻ്റെ സ്റ്റോക്ക് നമുക്ക് ഉണ്ടാകുന്നു. അതായത് 6 രൂപേൻ്റെ അല്ലെങ്കിൽ ഒരു 600 രൂപേൻ്റെ ഒരു 6,000 രൂപേൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, റോ മെറ്റീരിയൽ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലോസിംഗ് ആയിട്ട് എത്ര പോകുന്നു? 1000 ക്ലോസിംഗ് ആയിട്ട് ഉണ്ടാകുന്നു. അതായത് ക്ലോസിംഗ് 1000 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ കൺസ്യൂം ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നതായിട്ടുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എടുക്കുക, അത് ഡിവൈഡ് ബൈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആവറേജ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇതാണ് ഇത് സിഗ്നിഫിക്കൻസ് എന്താണ്? ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് റോ മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷനിലേക്ക് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുന്നതനുസരിച്ച്, ഈ സ്റ്റോക്കിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് എന്താണ്? ഫാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷനിലേക്ക് പെട്ടെന്ന് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത്, റോ മെറ്റീരിയൽ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നതാണ്. അല്ലെങ്കിൽ ഇനി നേരെ മറിച്ച് ഇത് സ്റ്റോക്ക് ഭയങ്കര കൂടുതലാണെങ്കിൽ എന്താണ്? പ്രൊഡക്ഷനിലേക്ക് നമ്മൾ അധികം എടുക്കുന്നില്ല. പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ടേൺ ഓവർ ഹൈ ഉള്ളത് നല്ല പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റാണ്, കുറവുള്ളത് കുറച്ച് പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് റേഷ്യോ നോക്കാം. WIP ടേൺ ഓവർ റേഷ്യോ. WIP ടേൺ ഓവർ റേഷ്യോ എന്താണ്? ഫാക്ടറി കോസ്റ്റ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഓഫ് WIP. അപ്പോൾ ഇത് നമ്മൾ ഈ റോ മെറ്റീരിയൽ പറഞ്ഞ പോലെ തന്നെയാണ് WIP ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഈ WIP ഒക്കെ ഏതിലാണ് വരുന്നത്? നമ്മൾ കോസ്റ്റ് ഷീറ്റാണ് നിങ്ങളിവിടെ ആലോചിക്കേണ്ടത്. ഒക്കെ കോസ്റ്റിങ്ങിൽ വരുന്ന റേഷ്യോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണുള്ളത്? കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു WIP വരെയുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും, പ്രൈം കോസ്റ്റ് എന്ന് പറയും ഇവിടെ. അതായത് ഈ 3 കോസ്റ്റുകൾ ചേർന്ന കോസ്റ്റിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയും. 100, ഒരു 20, ഒരു 30, 150 ആണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിയാൽ, ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാക്ടറിൻ്റെ റെൻറ്റ് അതുപോലത്തെ എക്സ്പെൻസസ് ആണ്. അതായത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് എന്ത്? ഫാക്ടറി ഓവർ ഹെഡ്സ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഇതൊക്കെ എന്താണ്? വേരിയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതെല്ലാം വേരിയബിൾ ആയി, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വേണോ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇരട്ടിയാവും.
അപ്പം അങ്ങനെ ഈ പ്രൊഡക്ഷൻ ബേസിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് അത് മിക്കവാറും ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി വേരിയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ഈ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഫാക്ടറി ഓവർ ഇപ്പോൾ റെൻ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫാക്ടറി റെൻ്റ് ആണെങ്കിൽ നമ്മൾ 10 പ്രൊഡക്ഷൻ നടത്തിയാലും 100 പ്രൊഡക്ഷൻ നടത്തിയാലും ഫാക്ടറിൻ്റെ റെൻറ്റ് ഒരേ തന്നെ ആയിരിക്കും. അത് ഫിക്സ്ഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കാത്ത അതിനെ കൊണ്ടാണ്. എന്നിട്ട് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് എത്ര ആണോ അത് എടുക്കുക. ഒരു 50 എടുക്കാം. 50 ഫാക്ടറി ഓവർഹെഡ്. നമ്മൾ ഈ ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെ എന്താ ചെയ്യണം, WIPൻ്റെ ചേഞ്ചസും കൂടി ആഡ് ചെയ്താൽ, ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഒരു 50 ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് WIP ആഡ് ചെയ്തു, ക്ലോസിംഗ് WIP ലെസ് ചെയ്തു, ഓപ്പണിംഗ് WIP ഒരു 10 ഉണ്ട്, ക്ലോസിംഗ് ഒരു 20 ഉണ്ട്. അപ്പോൾ പിന്നീട് കിട്ടുന്നതാണ് എന്ത്, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് WIP ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തിട്ട് WIPൻ്റെ ചേഞ്ചസ് നമ്മൾ കാണിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചതായിരിക്കും. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും 50 + 150 200 + 10 - 20 190 ആയിരിക്കും ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഈ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, WIPൻ്റെ കോസ്റ്റ് കിട്ടുക. ഇതാണ് ശരിക്കും WIPൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണേൽ പറയാം. അപ്പോൾ ഈ ഫാക്ടറി കോസ്റ്റ് നമ്മൾ കിട്ടണമെങ്കിൽ ആദ്യം ഓപ്പണിംഗ് ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നീട് ഓപ്പണിംഗ് WIPയും ക്ലോസിംഗ് WIPയും ആഡ് ചെയ്യൽ സെയിം ആണ്. കാരണം ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് റോ മെറ്റീരിയലിൻ്റെതും മറ്റേതിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആഡ് ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ WIP അപ്പോൾ ഈ ഫാക്ടറി കോസ്റ്റിൽ നിന്ന് നമുക്ക് WIPൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഈ WIP ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ WIPൻ്റെ കോസ്റ്റ്, അതായത് ഫാക്ടറി കോസ്റ്റ് കേട്ടോ, ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഓഫ് WIP, മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് വേജസ് പ്രൊഡക്ഷൻ ഓവർഹെഡ് പ്ലസ് ഓപ്പണിംഗ് WIP ലെസ് കോസ്റ്റിംഗ് WIP. അതായത് ഈ മെറ്റീരിയൽ കൺസ്യൂംഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ വേറെ പേരാണെന്ത്, ഫാക്ടറി ഓവർഹെഡിൻ്റെ വേറെ പേരാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓവർഹെഡ്സ് ആണ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP, ഓപ്പണിംഗ് WIP, ക്ലോസിംഗ് WIP ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ കാണിച്ചു തന്നതാ ഇത് തന്നെയല്ലേ, അത് നമ്മൾ ചെയ്ത അതേ സാധനം തന്നെ. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എടുക്കുക ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് WIP പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് WIP ഡിവൈഡ് ബൈ 2, അതായത് ആവറേജ് WIP എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, WIP ടേൺ ഓവർ റേഷ്യോ കിട്ടും. ഇൻഡിക്കേറ്റ്സ് ദി WIP മൂവ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് സൈക്കിൾ. അതായത് WIP നമ്മളെങ്ങനെയാണ് WIP എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ സൈക്കിൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് കിട്ടും, ഈ WIP ടേൺ ഓവർ റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും പറയാം, ഫിനിഷ്ഡ് ഗുഡ്സ് ടേൺ ഓവർ റേഷ്യോ എന്നും പറയാം. ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മളെ കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസാണ് ഈ റേഷ്യോസൊക്കെ. നിങ്ങൾ കോസ്റ്റിംഗ് ഓൾറെഡി പഠിച്ചിട്ടുള്ളവരായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇതെന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ആരെങ്കിലും കോസ്റ്റിംഗ് അത്ര നോക്കാത്തുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് വരെ പഠിച്ചു. അതായത് ഈ ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് ആലോചിച്ചാൽ മതി ഈ 3 റേഷ്യോസിനും. ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മളെ അഡ്മിൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിൻ ഓവർഹെഡ്, അതുപോലെ തന്നെ മറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് ഓവർഹെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം എക്സ്പെൻസസ്, അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഐറ്റം എന്താണ്? പിന്നെ നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതായത് നമ്മൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ മറ്റ് നമ്മളുടെ അഡ്മിൻ ഓവർഹെഡ് റിലേറ്റഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിൻ ഓവർഹെഡ്, അതുപോലെ തന്നെ പാക്കേജിങ് ചാർജസ്, പിന്നെ എന്തെങ്കിലും സ്ക്രാപ്പായിട്ടുള്ള സെയിൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. അപ്പം അതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ WIPൻ്റെ കോസ്റ്റാണ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്തത്? ഓപ്പണിങ് WIP ആഡ് ചെയ്തിട്ട് ക്ലോസിങ് WIP ലെസ് ചെയ്തു. അതായത് എത്ര WIP ആണോ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം ഇതുപോലെ തന്നെ എത്ര പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യും. എന്നിട്ട് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയാണോ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നത്, അതായത് ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നതും ക്ലോസിങ്ങിൽ ഉണ്ടായിരുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതിനെയൊക്കെ ആഡ് ചെയ്തിട്ട്, അതായത് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മൈനസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വരും. അതായത് ഇങ്ങനെ നോക്കുന്നത് എന്താണ്? എത്ര പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പം ഇങ്ങനെയാണ്, ഇവിടുന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിലെ COGS. നമ്മൾ ഇവിടെ ഇതുവരെയുള്ള ഐറ്റംസ് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. നമ്മൾ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ഫുള്ള്. പിന്നെ ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇതും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത്രയും കോസ്റ്റുകൾ അതിൽ നിന്ന് കഴിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിലിൽ നിന്ന് കുറച്ച് എന്ത് കിട്ടും? നമുക്ക് GP കിട്ടും. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെയും സെയിലിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലേ? വിട്ടേക്ക്. അപ്പം ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസും അഡ്മിൻ എക്സ്പെൻസും ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ സെയിൽസ് കിട്ടും. ഇങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് ഹാൻഡ് റൈറ്റിങ് നല്ല മോശമാണെന്ന് അറിയാം. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സ്വന്തമൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ സെയിൽ, അപ്പോൾ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് റേഷ്യോ മാത്രം കണ്ടുപോകാം. അപ്പം ഇതെങ്ങനെയാണ്, അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത്? നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ്
ഡിറ്റർമിൻ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, ന്യൂമറേറ്ററായിട്ട് എടുക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2. അതൊന്നും നമുക്കറിയാം, ഇപ്പം നമ്മൾ കണ്ടു. ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് ഇൻവെൻട്രി ഈസ് യൂസ്ഡ് ഓർ സോൾഡ്. ഹൈ ടേൺ ഓവർ ഷോസ് ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ലോ ടേൺ ഓവർ മേ മീൻ ഡെഡ് ഓർ എക്സസീവ് സ്റ്റോക്ക്. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഹൈ ആണ് ടേൺ ഓവർ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളുടെ ഗുഡ്സ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി കുറച്ചാണ്, അതായത് ടേൺ ഓവർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്താണ്, പെട്ടെന്ന് പോകുന്നില്ല, ഭയങ്കര ഡെഡായിട്ട് കിടക്കുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റേഷ്യോസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സെയിൽസ് ആണ് ഇവിടെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്, അല്ലാതെ ക്യാഷ് സെയിൽസ് നിന്ന് നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസ് എടുക്കുക ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾസ്. ഇത് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എത്ര സെയിലാണ്, ക്രെഡിറ്റ് സെയിൽ എത്ര നടത്തുമ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ റേഷ്യോ അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ ഓരോ റേഷ്യോസിനും അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എത്ര സെയിൽ നടത്തിയാലാണ്, എത്ര ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പം എത്ര രൂപക്ക് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഡെപ്റ്റേഴ്സ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ജസ്റ്റ് എങ്ങനെ വരിക എന്നുള്ളതൊന്ന് കാണിച്ചിടാം. ക്രെഡിറ്റ് സെയിൽസ് ഒരു 10,000 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് വരുന്നത് ഒരു 2,000 ആണെങ്കിൽ നമ്മളെ എത്ര ആയിരിക്കും ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ? 10,000 ഡിവൈഡ് ബൈ 2,000 ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. ഇത് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് ഡെപ്റ്റേഴ്സ് 2,000 ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ലാസ്റ്റിലേക്കുള്ള, അതായത് ക്ലോസിങ് ആവറേജ് ആയിട്ട് നമ്മളുടെ ഡെപ്റ്റേഴ്സ് എത്ര വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആവറേജ് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സ് 2,000 ആണെന്നുണ്ടെങ്കിൽ അപ്പം ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 ആണ്. വിച്ച് മീൻസ് നമ്മുടെ കമ്പനിക്ക് നല്ല പെട്ടെന്ന് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ക്യാഷ് വേഗം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെയിലൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ഗുഡ് കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസ് നിന്നാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം ഡെപ്റ്റേഴ്സ് എത്രയുണ്ട്, ആവറേജ് ഡെപ്റ്റേഴ്സ് എടുക്കുക. അതായത് ഡെപ്റ്റേഴ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, അതിനെ കൊണ്ടാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും ആവറേജ് ഡെപ്റ്റേഴ്സും. ഓക്കെ, ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓഫ് കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് നിന്ന് നമുക്ക് എത്ര പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ് എന്ത്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡെപ്റ്റേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ക്രെഡിറ്റ് സെയിൽസിനെ പറ്റി പറഞ്ഞ പോലെ ക്രെഡിറ്റ് പർച്ചേസിനെ പറ്റി പറയാം. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് പേയബിൾസ്. അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് എടുക്കുക, എന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ക്രെഡിറ്റേഴ്സും എടുക്കുക ഡിവൈഡ് ബൈ 2. അതായത് ആവറേജ് ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് പർച്ചേസിനെ ആവറേജ് ക്രെഡിറ്റേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും,
നമുക്ക് എത്രയാണ് നമ്മളുടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് കിട്ടും. ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓർ വെലോസിറ്റി ഓഫ് ദ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് എത്ര പെട്ടെന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ റേഷ്യോയിലൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എഫേർട്ട് കുറച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പം ഈ ടേൺ ഓവർ വരുന്ന സ്ഥലത്ത് നമുക്ക് COGS യൂസ് ചെയ്യാം. ഓക്കെ, ചില സ്ഥലങ്ങളിൽ COGS ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ടേൺ ഓവർ ആണോ COGS ആണോ ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓൾസോ കോൾഡ് ക്യാഷ് ടേൺ ഓവർ ഓർ ഓപ്പറേറ്റിംഗ് ടേൺ ഓവർ. ക്യാഷ് ടേൺ ഓവർ എന്നും ഓപ്പറേറ്റിംഗ് ടേൺ ഓവർ എന്നും ഒക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പം ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, ഇതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു ഫുൾ ചാപ്റ്റർ ആയിട്ട് തന്നെ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ. അതൊരു വലിയൊരു ചാപ്റ്ററാണ്. അപ്പം അതിലെന്താണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പം നമ്മളെ കയ്യിൽ കറണ്ട് അസറ്റ്സ് ഒരു 10 lakh ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഒരു 5 lakh ഉണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 5 lakh ആണ്. 5 lakh ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സെയിൽസ് നെറ്റ് ഓഫ് റിട്ടേൺസ്, അതായത് സെയിൽസ് എടുക്കുക ഡിവൈഡ് ബൈ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുകയാണ് ആവറേജ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് മേ ബി ടേക്കൺ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അസറ്റ്സിൽ നിന്ന് നേരെ കറണ്ട് ലയബിലിറ്റി മാത്രം കുറയ്ക്കുക. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയ ബാലൻസ് ഷീറ്റിൽ നിന്ന് ചിലപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഉണ്ടാവും, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. കറണ്ട് അസറ്റ്സിന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ചിട്ടുള്ളതാണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി പറയുകയാണ് ആവറേജ് ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് ആയിട്ട് എടുക്കുക. അതായത് ആവറേജ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പണിങ്ങിൻ്റെ ബാലൻസും ഉണ്ടാവും ക്ലോസിങ്ങിൻ്റെ ബാലൻസും ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 വെച്ചിട്ട് ആവറേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എബിലിറ്റി ടു ജനറേറ്റ് ദ ഫണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മൾ സെയിൽസിൽ നിന്ന് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട് എന്നുള്ളതിനാണ് എന്ത് ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ല, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് എത്ര സെയിൽ നടക്കുന്നത് അങ്ങനെയും പറയാം. കാരണം ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻവെൻട്രീസ് ഒക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇൻവെൻട്രീസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതൊക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻവെൻട്രീസ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്? ഇത് വിച്ച് ഈസ് പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഇത്രയും സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്. അപ്പോൾ എത്രയും ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഓപ്പറേഷൻസ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് ഡെയിലി ഓപ്പറേഷൻസ് നടക്കുന്നത് ആണല്ലോ. കാരണം ഈയിടെ നമ്മളെ ഇൻവെൻട്രീസ് അല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി അപ്പോൾ ഇൻവെൻട്രീസ് ആയി മാറും. ഈ ഇൻവെൻട്രീസ് ആണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്യുക. അപ്പം ഈ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് റിലേഷൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര സെയിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയാണ് ഒരു 5 lakh നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതിന് അനുപാതികമായിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്രയാണ് നമ്മുടെ കയ്യിൽ സെയിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ്സ്.
ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ആണ് എടുക്കുക. ടേൺ ഓവർ നമ്മളെ സെയിൽസ്, ഈ ടേൺ ഓവറിന് പകരം COGS എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കുക. നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ സെയിൽസ് നെറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ത് നമ്മളുടെ നോമിനേറ്റർ വരുന്നത്. ഡിനോമിനേറ്ററിൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. ആവറേജ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് മേ ബി ടേക്കൺ. നെറ്റ് ഫിക്സ് ആവറേജ് ഓഫ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡിപ്രീസിയേഷൻ ഒക്കെ ലെസ് ചെയ്തിട്ടുള്ള ലെസ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. അപ്പം ഇതെടുക്കുന്നതായിരിക്കും നന്നാവും. നെറ്റ് ഫിക്സഡ് അസറ്റ്സ്, ആവറേജ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ബാലൻസ് മേ ബി ടേക്കൺ. അപ്പം എബിലിറ്റി ടു ജനറേറ്റ് സെയിൽസ് പെർ റുപ്പീസ് ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സിൽ നിന്നും എത്ര സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു 10 ലക്ഷം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിനൊരു നമുക്ക് 50 ലക്ഷം സെയിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? 5 ആണ്. അതായത് നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 5 രൂപേൻ്റെ സെയിൽ നടത്താൻ കഴിയുന്നുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്ത് പോകാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെറും എന്തല്ല, ഇക്വിറ്റി മാത്രമല്ല. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡിൽ എന്തൊക്കെ വരും? ഇക്വിറ്റി വരും, ഡെപ്റ്റ് വരും, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും. അപ്പോൾ ഇതെല്ലാം വരും. കാരണം ഇതെല്ലാമാണ് നമ്മളെ ലോങ് ടേം ഫണ്ട്സ് എല്ലാം വരും. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ടേൺ ഓവർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ടേൺ ഓവർ സെയിൽസ് നെറ്റ് ഓഫ് റിട്ടേൺസ് എടുക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആവറേജ് ഓഫ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് മേ ബി ടേക്കണം. അതായത് നമ്മൾ ആദ്യത്തിൽ ചിലപ്പോൾ 10 lakh ആയിരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡ്. പിന്നീട് നമ്മൾ ലോണൊക്കെ എടുത്ത് 12 lakh ഒക്കെ ആയി എന്ന് വിചാരിച്ചാൽ നമ്മൾ ആവറേജ് എടുത്തിട്ട് 11 lakh കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് ആവറേജ് എടുക്കണം. ഇവിടെയുള്ള അധിക കേസിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? ആവറേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? എബിലിറ്റി ടു ജനറേറ്റ് സെയിൽ പെർ റുപ്പീസ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സിൽ നിന്ന് എത്ര സെയിൽ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറിപ്പോവാതെ മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും ഒന്നിച്ച് പഠിക്കുക. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഈ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇത് രണ്ടും എന്താണ്? ടേൺ ഓവർ ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ജസ്റ്റ് ഒന്ന് COGS നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ള ഒക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഇങ്ങനെ ഓരോ റേഷ്യോസ് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നോട്ട്. All above turnover ratios are expressed in times. Generally, the higher the turnover ratio, better it is. In respect to raw material, work in progress and finished goods stock, average stock can also be calculated as maximum stock plus minimum stock divided by 2. ഇത് മാക്സിമം സ്റ്റോക്കും മിനിമം സ്റ്റോക്കും ഒക്കെ എന്തെങ്കിലും പഠിച്ചാണ് നമ്മൾ കോസ്റ്റിങ്ങിലുള്ള EOQ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ അല്ലേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് മാക്സിമം സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെ അങ്ങനെ മാക്സിമം സ്റ്റോക്കും മിനിമം സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്റ്റോക്ക് പ്ലസ് മിനിമം സ്റ്റോക്ക് ഡിവൈഡ് ബൈ 2 കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റഡ് ടു ടേൺ ഓവർ റേഷ്യോസ് ഐറ്റം 1 to 6 above can also be expressed in terms of days as is equal to 365 days divided by turnover ratios. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അധികം ഡേയ്സ് ചോദിക്കാറുണ്ട്. അത് മുകളിൽ നമ്മൾ പറഞ്ഞ റേഷ്യോസ് ഒക്കെ അല്ലേ, ടേൺ ഓവർ റേഷ്യോസ്, അതിനെ ഡേയ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇപ്പോൾ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഡേയ്സ് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഹെൽഡ്, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 365 ഡിവൈഡഡ് ബൈ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതെങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഫോർ 1 year ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ് പറയാം. നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. അത് ഇവിടെ എത്രയാണ് നമുക്ക് റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ വരുന്നത്? 6 ആണ് വരുന്നത് റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. റോ മെറ്റീരിയൽ എത്രയാണ് വരുന്നത്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 90,000 അതുപോലെ തന്നെ ഓപ്പണിംഗ് പ്ലസ് ആവറേജ് വരുന്നത് 15,000 അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഈ 365 by 6 എന്ന് പറയുമ്പോൾ എത്ര വരിക? 6 6 50 68 68 പോയിന്റ് സംതിങ് വരും. അപ്പം ഒരു 68 ഡേയ്സ് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. 68 ഡേയ്സ് ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ഡേയ്സ് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഹെൽഡ് വരുന്നത്. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ 6 എന്ന് പറഞ്ഞാൽ 90,000 റോ മെറ്റീരിയൽസ് എത്ര ദിവസം കൊണ്ട്, അല്ല റോ മെറ്റീരിയൽസ് ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, അതിൽ ആവറേജ് സ്റ്റോക്കായിട്ട് 15,000 ആണ് നമ്മുടെ കയ്യിൽ സാധാരണ ഉണ്ടാവാറെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 6, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്പർ ഓഫ് ഡേയ്സ് ഹെൽഡ് എന്ന് പറയുന്നത്. 68 ഡേയ്സ് ആയിരിക്കും എന്ത് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. 68 ഡേയ്സ് നമ്മൾ ഈ 90,000 റോ മെറ്റീരിയലിനെ 68 ഡേയ്സ് 68 ഡേയ്സ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അതായത് 90,000 ഇൻറ്റു 68 ഡിവൈഡ് ബൈ 365 ആയിരിക്കും എന്ത്? 15,000. അത് 365 ദിവസത്തിൽ 68 ദിവസത്തെ സ്റ്റോക്കാണ്. അതായത് 68 ദിവസത്തെ സ്റ്റോക്കാണ് എന്ത് നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അതാണ് ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് 68 ഡേയ്സിൻ്റെ നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂമർ ആണെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂമർ, അല്ലെങ്കിൽ WIP ആണെങ്കിൽ WIP, ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റിൻ്റെ എത്ര ദിവസം കൊണ്ട്, അതായത് 365 എത്ര ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്ലോസിങ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ചെയ്യാനുണ്ടാവും. അതായത് ഇങ്ങനെ ഡേയ്സ് തരും, നമ്പർ ഓഫ് ഡേയ്സ് റോ മെറ്റീരിയൽ ഹെൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 30 ഡേയ്സ് ഒക്കെ തരും. എന്നിട്ട് നമ്മളെ റേഷ്യോ എത്ര ആയിരിക്കും? റേഷ്യോ അല്ല, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഒരു 1 lakh എന്നൊക്കെ തരും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് പറയും? ക്ലോസിങ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് ആവറേജ് സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? 1 lakh
ഇൻറ്റു 30 ഡിവൈഡ് ബൈ 365 ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആവറേജ് എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും. അല്ല, ആവറേജ് അല്ല, ആവറേജ് നമ്മുടെ സ്റ്റോക്ക് എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഡേയ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര ദിവസത്തെ നമ്മുടെ കോസ്റ്റാണ്, അതായത് ഇപ്പോൾ ഈ 90,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1 ഇയറിൻ്റെ കോസ്റ്റാണ്. 1 ഇയർ നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റാണ്. അപ്പം എത്ര ദിവസത്തെ കോസ്റ്റാണ് നമ്മുടെ കയ്യിൽ ആവറേജ് ആയിട്ട് ഇരിക്കുന്ന എന്തിനുള്ളത്, സ്റ്റോക്കിനുള്ളത് എന്നാണ് ഈ നമ്പർ ഓഫ് ഡേയ്സ് മെറ്റീരിയൽ ഹെൽഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഡേയ്സിനെ കൊണ്ടുള്ള കളി അതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 365 ഡിവൈഡഡ് ബൈ റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് ആവറേജ് സ്റ്റോക്ക് ഓഫ് WIP ഹെൽഡ് 365 ഡിവൈഡഡ് ബൈ WIP ടേൺ ഓവർ റേഷ്യോ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ നമ്പർ ഓഫ് ഡേയ്സ് സെയിൽ ഇൻ ഇൻവെന്ററി 365 ഡിവൈഡഡ് ബൈ ഫിനിഷ്ഡ് ഗുഡ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെ ഓരോ ടേൺ ഓവർ റേഷ്യോ നമ്മൾ ആദ്യം പഠിച്ച 6 ടേൺ ഓവർ റേഷ്യോസ് ഇല്ലേ, ആ 6 ടേൺ ഓവർ റേഷ്യോസിനെയും 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ഡെയിലിയല്ല നമ്പർ ഓഫ് ഡേയ്സിൻ്റെ അളവിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് എത്ര ഡേയ്സിൻ്റെ കോസ്റ്റാണ് നമ്മുടെ സ്റ്റോക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ്, നമ്പർ ഓഫ് ഡേയ്സ് സെയിൽ ഇൻ റിസീവബിൾസ്, അതായത് എത്ര ദിവസത്തെ സെയിലിൻ്റെ എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ റിസീവബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. 365 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ ആവറേജ് പേയ്മെൻറ്റ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റേഴ്സ് പീരീഡ് 365 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഈ നമ്പർ ഓഫ് ഡേയ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ഹെൽഡ് ഓൾസോ കോൾഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ ക്യാഷ് സൈക്കിൾ. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ്, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ പഠിക്കുന്നുണ്ട് ഈ കാര്യം. And 365 divided by working capital turnover ratio. Okay. Generally, the shorter or lesser number of days as computed above, the better is. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ഷോർട്ടർ ആകുന്നതാണ് നമുക്ക് ബെറ്റർ. കാരണം അത്രയും നമുക്ക് സെയിൽ നടക്കുന്നു എന്നുള്ളതാണ് എന്ത് നമ്മളുടെ ഇതൊക്കെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താണ് എത്ര ദിവസത്തെ നമുക്കിപ്പോൾ ഒരു സെയിലിൻ്റെ എത്ര ദിവസത്തെ, ഇപ്പം 1 ഇയറിലേക്കുള്ള സെയിലിന് 1 ഇയറിലേക്കുള്ള സെയിലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊരു എത്ര ദിവസത്തേക്കുള്ള സെയിലിൻ്റെ എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് കിടക്കുന്നത് എന്ന് അറിയാൻ. അതുപോലെ തന്നെ സ്റ്റോക്ക് ആണെങ്കിൽ 1 ഇയറിലേക്കുള്ള എന്താണുള്ളത്, 1 ഇയറിലേക്കുള്ള നമ്മുടെ കോസ്റ്റാണ് നമുക്കറിയാം ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. അപ്പം അത് ഒരു എത്ര ദിവസത്തേക്ക്, 30 ദിവസത്തേക്കാണ് നമ്മുടെ കയ്യിലുള്ള 30 ദിവസത്തെ കോസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ള എന്ത് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എന്ന് അറിയുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കാൻ എത്ര ദിവസത്തേക്കുള്ള കോസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.